2024 ഉണ്ടാക്കിയ അറ്റനഷ്ടം 700 കോടി. തനി നഷ്ടം 1000 കോടി രൂപയാണ്. അതിൽ 22 സിനിമകൾ ഉണ്ടാക്കിയ ലാഭമായ 300 കോടി രൂപ കുറച്ചപ്പോൾ ശേഷം നഷ്ടം 700 കോടി രൂപയായി. ക്രിസ്മസിന് ഏറ്റവും ഒടുവിലായി തിയേറ്ററിൽ വന്ന ബറോസ് കൂടി ചേർത്താൽ 207 പടം ഇറങ്ങി 2024. അതിൽ 22 എണ്ണം ലാഭം നേടി. 4 എണ്ണം കഷ്ടിച്ച് ലാഭം എന്ന് പറയാവുന്നതും കഴിഞ്ഞാൽ 181 സിനിമയും നഷ്ടത്തിലായിരുന്നു. അതിന് കാരണമായി നിർമ്മാതാക്കൾ പറയുന്നത് താരങ്ങളുടെ പ്രതിഫലമാണ് കുഴപ്പമെന്നാണ്. പൊട്ടിത്തകർന്നു പോയ 181 സിനിമകളിൽ എത്ര എണ്ണത്തിനുണ്ടായിരുന്നു തിയേറ്ററിൽ ആളെ കയറ്റാൻ പറ്റിയ ഒരു കഥ, ദൃശ്യ മികവിന് ഇടം നൽകുന്ന തിരക്കഥ, വാക്കുകൾ ലയിച്ചു ചേർന്ന് വരുന്ന സംഭാഷണം? ഇതൊക്കെ പോട്ടെ, പണിക്കുറ്റം തീർത്ത സംവിധാനമുണ്ടായിരുന്നോ? കഥയുടെ വികാരം പകർത്തുന്ന ക്യാമറ? ഈ ഒരു സിനിമ തോറ്റു പോകുന്നത് അതിലെ നടന്മാർ വലിയ പ്രതിഫലം വാങ്ങുന്നത് കൊണ്ടല്ലെന്നറിയാത്തവരല്ല നമ്മുടെ നിർമ്മാതാക്കൾ. എണ്ണിപ്പറഞ്ഞ് കാശു വാങ്ങാത്തവർ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു 2024 ഏറ്റവും കൂടുതൽ പണം വാരിയത്, മഞ്ഞുമ്മൽ ബോയ്സ്. പ്രേമലു എന്ന ചെറിയ സിനിമ കാശു വാരിക്കൂട്ടിയതും 2024 കിഷ്കിന്ധ കാണ്ഡവും ആവേശവും ആളെ വിളിച്ചു കയറ്റിയത് എങ്ങനെ എന്നുകൂടി നോക്കണം. എന്നിട്ട് വേണം ആരാണ് സിനിമയെ നഷ്ടത്തിലാക്കുന്നത് എന്ന് വിധിയെഴുതാൻ. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. താരങ്ങൾ കാശു വാങ്ങിയാൽ ചാരമാകുമോ മലയാള സിനിമ? സിനിമ എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഏതാനും സിനിമകൾ ഉണ്ടാക്കുന്ന ലാഭത്തിലാണ് ഈ നഷ്ടമുണ്ടാക്കുന്ന ഡസൻ കണക്കിന് സിനിമകൾ കൂടി ഉൾപ്പെട്ട ആ വ്യവസായം നിലനിന്നു പോയത്. നഷ്ടത്തിലായ 181 സിനിമകളുണ്ട്. അവയുടെ പേരുകൾ പറഞ്ഞാൽ താരങ്ങൾക്കും സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും ഒക്കെ വിഷമം വരാനിടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് 26 സിനിമകൾ നേട്ടമുണ്ടാക്കി എന്ന് നോക്കാനാണ് എളുപ്പം. 2024 തിയേറ്റർ കളക്ഷൻ ഏറ്റവും കൂടുതൽ നേടിയത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും 95 കോടി രൂപ, വിദേശത്തു നിന്നും 73 കോടി രൂപയും കിട്ടി. കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ നിന്നു തന്നെ ഇത്രയേറെ കളക്ഷൻ നേടിയ മറ്റൊരു മലയാള സിനിമയും ഇല്ല എന്ന് തന്നെ പറയാം. ആ 95 കോടി രൂപയിൽ ബഹുഭൂരിപക്ഷവും തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ നിന്നായിരുന്നു. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക സിനിമകളും ഇവിടെ വന്ന് പണം വാരി പോകുമ്പോൾ അവിടെ ചെന്ന് കാശുണ്ടാക്കാൻ സാധിച്ചത് മഞ്ഞുമ്മൽ ബോയ്സിനാണ്. അതിൽ അഭിനയിച്ചവരിൽ 4 പേർ അറിയുന്നത് സൗബിൻ ഷാഹിറിനെയും പിന്നെ നമ്മുടെ സിനിമാ സംഘടനകൾ അച്ചടക്ക നടപടിയെടുത്ത ശ്രീനാഥ് ഭാസിയെയുമാണ്. പ്രതിഫലം കൊടുത്ത് നടന്മാരെ കൊണ്ടുവന്നതുകൊണ്ടല്ല, പുതിയ തലമുറയെ ആവേശിച്ച കഥാതന്തു ഉള്ളതുകൊണ്ടാണ് ആ പടം കാശുവാരിയത്. കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം ലഭിച്ചത് ആടുജീവിതത്തിനാണ്, 79 കോടി രൂപ. ആവേശത്തിന് 76 കോടി കിട്ടി. മഞ്ഞുമ്മൽ ബോയ്സിന് 72 കോടിയും ലഭിച്ചു. അജയന്റെ രണ്ടാം മോഷണത്തിന് കിട്ടിയ 68 കോടിയല്ല, മറിച്ച് പ്രേമലു നേടിയ 62 കോടി രൂപയാണ് അടിത്തറയായി നമ്മൾ എടുക്കേണ്ടത്. പ്രേക്ഷകർക്ക് പുതുമ നൽകിയാൽ തിയേറ്ററിൽ ലഭിക്കാൻ കഴിയുന്ന തുകയാണത്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം നേടിയ ആടുജീവിതം ലാഭമുണ്ടാക്കിയ സിനിമയാണെന്ന് നിർമ്മാതാവിന് പോലും പറയാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. ആടുജീവിതത്തിനായി 4 വർഷത്തോളം വിദേശത്ത് നടത്തിയ ഷൂട്ടിങ്ങും AR റഹ്മാനെ പോലുള്ള സംഗീത സംവിധായകരും എല്ലാം ചേർന്ന് വരുമ്പോൾ ആ സിനിമയുടെ മുടക്ക് മുതൽ അത്ര വലുതാണ്. 100 കോടി മുടക്കി സിനിമ എടുക്കുമെന്ന് പറയുന്നവരൊക്കെ കണക്കിലെടുക്കേണ്ടത് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും നമ്മൾ എന്തു പ്രതീക്ഷിക്കണമെന്ന ഈ കണക്കാണ്. അത്ര ഉജ്ജ്വല സിനിമയാണെങ്കിൽ ആടുജീവിതം നേടിയ 79 കോടി 100 കോടിയാക്കി മാറ്റാൻ കഴിഞ്ഞേക്കും. അങ്ങനെ കണക്ക് കൂട്ടി സിനിമ നിർമ്മിക്കുന്നതിന് പകരം എല്ലാവരും 50 കോടിയും 100 കോടിയും ഒക്കെ ബജറ്റ് ഇട്ട് സിനിമ പിടിക്കുകയാണ്. പിന്നെ കരഞ്ഞിട്ട് എന്താണ് കാര്യം? കിഷ്കിന്ധ കാണ്ഡം സിനിമയുടെ മുടക്ക് മുതൽ വെച്ച് നല്ല ലാഭമുണ്ടാക്കിയിട്ടുണ്ട്. 41 കോടി രൂപ കേരളത്തിലെ തന്നെ തിയേറ്ററുകളിൽ നിന്ന് കിട്ടി. വർഷങ്ങൾക്കു ശേഷം സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് 38 കോടിയാണ് ലഭിച്ചത്. രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 7 കോടി രൂപയും ലഭിച്ചു. വിദേശത്ത് നിന്ന് 36 കോടി കൂടി കിട്ടിയതിനാൽ ലാഭത്തിലായി. ഈ കണക്കിൽ ഒതുങ്ങണം മലയാള സിനിമയുടെ പരമാവധി ബജറ്റ്. മോഹൻലാലിന്റെ മകനും ശ്രീനിവാസന്റെ മക്കളും ഒക്കെ ചേരുമ്പോൾ ലഭിക്കുന്ന വൈകാരിക മുൻതൂക്കം കൂടി ആ സിനിമയ്ക്കുണ്ടായിരുന്നു എന്നും നമ്മൾ മറക്കരുത്. താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ മുഖം ആളുകളെ തിയേറ്ററിൽ എത്തിക്കുന്നത് കൊണ്ടാണ്. താരപുത്രന്മാർ കാശ് വാങ്ങുന്നത് അവർക്ക് സ്വന്തമായി ആരാധക ബന്ധം ഉണ്ടായി വരുമ്പോഴാണ്. ഫാസിലിന്റെ മകനായി വന്ന ഫഹദ് പരാജയപ്പെട്ടതും പിന്നെ വർഷങ്ങൾക്കു ശേഷം കഠിനാധ്വാനം ചെയ്ത് സ്വന്തം വിലാസത്തിൽ മടങ്ങി വന്നതും നമ്മുടെ കൺമുന്നിലല്ലേ. ഇന്ന് ആരും ഫഹദിന്റെ സിനിമ കാണുന്നത് ഫാസിലിന്റെ മകനായതുകൊണ്ടല്ല.
ഒരു താരം സിനിമയിലേക്ക് നൽകുന്ന സംഭാവനയാണ് ആവേശത്തിലെ മാനറിസങ്ങൾ. അതുകൊണ്ടാണ് കേരളത്തിലെ തിയേറ്ററിൽ നിന്നും 76 കോടി ആ പടം നേടിയത്. താരങ്ങൾ പ്രതിഫലം കുറച്ചതുകൊണ്ട് ഒരു സിനിമയും രക്ഷപ്പെട്ട ചരിത്രവുമില്ല. 181 സിനിമകൾ ചേർന്ന് മലയാളത്തിൽ നഷ്ടമുണ്ടാക്കിയെന്ന് നിർമ്മാതാക്കൾ പറയുമ്പോൾ ആശ്വസിക്കാൻ ഒരു കണക്ക് തരാം. നമ്മുടെ കേരളത്തിൽ ലാഭത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം നഷ്ടത്തിലുള്ളവയേക്കാൾ കൂടിയെന്ന് സർക്കാർ പറയാറുണ്ട്. അത് തിരുത്തിയത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. ലാഭത്തിലുള്ള എല്ലാ പൊതുമേഖലാ സ്ഥാപനവും ചേർന്നുണ്ടാക്കിയത് 654 കോടിയുടെ ലാഭം. നഷ്ടത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ചേർന്നുണ്ടാക്കുന്നത് 4065 കോടിയുടെ നഷ്ടം. ഫലത്തിൽ പൊതുമേഖല 3300 കോടി രൂപയുടെ നഷ്ടത്തിലാണ് എന്നായിരുന്നു CAG എഴുതി വച്ചത്. ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഈ 181 സിനിമകൾ ഉണ്ടാക്കിയ 1000 കോടിയുടെ നഷ്ടവും 26 സിനിമകൾ ഉണ്ടാക്കിയ 300 കോടിയുടെ ലാഭവും ഒക്കെ ഒരു സംഭവമേയല്ല. വ്യാജ പതിപ്പിറങ്ങിയത് കൊണ്ടാണ് തിയേറ്ററിൽ ആളുകൾ എത്താത്തത് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ചിരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. കാരണം DGP ആയി വിരമിച്ചയാളുടെ പങ്കാളിയുടെ പേരിൽ ഉണ്ടായിരുന്ന സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡൊക്കെ നമ്മൾ മറന്നുപോയിട്ടില്ലല്ലോ. പകർപ്പവകാശം ലംഘിച്ച 100 കണക്കിന് സീഡികൾ അവിടെ നിന്നും കണ്ടെടുത്തു. എന്നിട്ടും 20 വർഷം കൂടി നമ്മുടെ മലയാള സിനിമ അല്ലലില്ലാതെ ഓടിയില്ലേ? നിർമ്മാതാക്കളുടെ സംഘടന പുറത്താക്കിയ ആഷിഖ് അബുവിന്റെ സിനിമ വർഷാവസാനം തിയേറ്ററിൽ ആളുകളെ കയറ്റുന്നുണ്ട്. ആദ്യം നല്ല സിനിമ പിടിക്കും, എന്നിട്ടാകാം താരങ്ങളുടെ പ്രതിഫലം തീരുമാനിക്കാൻ എന്നാണ് തരക്കേടില്ലാതെ ഓടിയ വാഴ പോലും പറയുന്നത്. തലയിൽ ആൾതാമസമുള്ളവരുടെ സിനിമകൾ കൂടുതൽ വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം.